Hi all. Today I'm going to take about Klebsiella. Klebsiella എന്ന് പറയുന്ന ഓർഗാനിസം ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ Klebsiella എന്ന് പറയുന്നത് ഇറ്റ്സ് കം അണ്ടർ ദ ജീനസ് ഓഫ് എ ഗ്രാം നെഗറ്റീവ് ഓക്സിഡേറ്റീവ്. സോ മെയിൻ മോർഫോളജി കാര്യങ്ങളിലോട്ട് നമുക്ക് പോവാം, അതിന്റെ ക്യാരക്ടേഴ്സിലോട്ടൊക്കെ നമുക്ക് പോവാം. So they are gram-negative, non-motile, lactose-fermenting, oxidase-negative organism. Oxidase-negative organism, it is the most important factor, and they have a rod shape and they are facultative anaerobes surrounded by a thick capsule and act as opportunistic human pathogens. ഹ്യൂമൻസിലെ ഓപ്പർച്യൂണിറ്റിസ്റ്റിക് ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്ന ഒന്നാണ് ക്ലെബ്സിയല്ല. So mainly we can found in the normal flora of the nose, mouth, skin, genital tract, gastrointestinal tract and intestines. ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. And also found in soil and water. മെയിൻലി ഇതിന്റെ ഇൻഫെക്ഷൻസ് കാണുന്നത് വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റം പേഷ്യൻസിലായിരിക്കും കാണുന്നത്. ആൻഡ് ദ ഡിസീസസ് കോസ്ഡ് ബൈ ക്ലെബ്സിയല്ല ആർ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ, ന്യൂമോണിയ, സെപ്റ്റിസീമിയ, നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ആൻഡ് സോഷൻ. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സ്പ്രെഡ് ത്രൂ എക്സ്പോഷർ ടു ദ ബാക്ടീരിയ വയ റെസ്പിറേറ്ററി ട്രാക്ക് വിച്ച് കോസസ് ന്യൂമോണിയ. ന്യൂമോണിയ ഉള്ള പേഷ്യൻസിൽ നിന്നുള്ള എക്സ്പോഷേഴ്സ് ബ്ലഡിനകത്തോട്ട് ഇൻഫെക്ഷൻസ് എൻറ്റർ ചെയ്യുക, ആൻഡ് ബ്ലഡിൽ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുക. ആൻഡ് മോസ്റ്റ് വെൽ നോൺ ഇൻ ഹോസ്പിറ്റൽ സ്പ്രെഡ് ത്രൂ പേഴ്സൺ ടു പേഴ്സൺ കോണ്ടാക്ട് ബൈ കണ്ടാമിനേറ്റഡ് ഹാൻഡ്സ്, ഫോമൈറ്റ്സ്, വെദർ it may be a patient or a employee in the hospitals. And Klebsiella എന്ന് പറയുന്നത് വെരി ഈസിലി സ്പ്രെഡ് ആവുന്നത് ഒന്നാണ്, ബട്ട് നോട്ട് ത്രൂ ഇൻ ദ എയർ. ഒരു എയർ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പാത്തോജൻ അല്ല ക്ലെബ്സിയല്ല എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആർ മോസ്റ്റ് വൾണറബിൾ ടു ക്ലെബ്സിയല്ല ഇൻഫെക്ഷൻ ഡ്യൂ ടു ദ നേച്ചർ ഓഫ് പ്രൊസീജിയേഴ്സ് ദാറ്റ് അലോ ഈസി ആക്സസ് ഓഫ് ബാക്ടീരിയ ഇൻ ടു ദ ബോഡി. സോ നമ്മുടെ ഹെൽത്ത് കെയർ പേഷ്യൻസിന് നമ്മൾ വെന്റിലേറ്റേഴ്സ്, സർജറി, അവരുടെ വൂൺസ്, അതിലൊക്കെ ഉള്ള സംഭവങ്ങളിൽ ഒക്കെ നമ്മൾ ആ ഒരു ഹെൽത്തി പ്രൊസീജിയർ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഓർഗാനിസം വഴി നമുക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിസമാണ് ക്ലെബ്സിയല്ല ന്യൂമോണിയ. സോ ക്ലെബ്സിയല്ല ന്യൂമോണിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രാം നെഗറ്റീവ് അനൈറോബിക് റോഡ് ബാക്ടീരിയ കോമൺലി ഫൗണ്ട് ഇൻ സോയിൽ, ഹ്യൂമൻ സ്കിൻ ആൻഡ് ഇൻഡസ്റ്റൈൻസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. And fairly harmless in these places and for healthy individuals. അതായത് ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ ഈ പോർഷൻസിലൊക്കെ കാണുന്ന ഈ ബാക്ടീരിയ, ക്ലെബ്സിയല്ല ന്യൂമോണിയ എന്ന് പറഞ്ഞ ബാക്ടീരിയ ഡിസീസുകളൊന്നും കോസ് ചെയ്യാറില്ല. പക്ഷെ എപ്പോഴാണ് ഡേഞ്ചറസ് ആവുന്നത്? വെൻ ദേ ആർ ഇൻ കോളനൈസേഷൻ ഓഫ് എ ലങ് ടിഷ്യൂ, യൂറിനറി ട്രാക്ക് ആൻഡ് സർജിക്കൽ സൈറ്റ്. ഇവിടെയൊക്കെ കോളനൈസേഷൻ നടക്കുമ്പോൾ അത് ഇറ്റ് ബിക്കം എന്താ dangerous to us. Okay, common in immunocompromised individual, അതായത് ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള പേഷ്യൻസിനകത്ത് നമുക്കിത് കാണാൻ പറ്റും. ഇതിന് ഇൻഫെക്ഷൻ ഹൈ ലെവൽ ഓഫ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ കോണ്ടാക്ട് സർഫേസ് ആണ്. ആൻഡ് നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ഹൈജീൻ ആൻഡ് തറോ ടെർമിനൽ ക്ലീനിങ് പ്രോട്ടോകോൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലെബ്സിയല്ല സിംറ്റംസ് എന്ന് പറയുന്നത് ക്ലെബ്സിയല്ല ന്യൂമോണിയയുടെ ഇൻഫെക്ഷനിൽ എന്ന് പറയുന്നത് മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ ദ വേർ ദ ഇൻഫെക്ഷൻ ഈസ് ലൊക്കേറ്റഡ്. എവിടെയാണ് ഈ ഇൻഫെക്ഷൻസ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് എന്നതിന്റെ ബേസിസിലാണ് നമുക്ക് സിംറ്റംസ് പറയാൻ പറ്റുക. ഫോർ ഇൻസ്റ്റൻസ് മെനിഞ്ചൈറ്റിസ് ആണ് ഫ്രം ക്ലെബ്സിയല്ല ന്യൂമോണിയ എന്നുണ്ടെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസ് ഹോൾമാർക്ക് സിംറ്റംസ് ഓഫ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ഇൻക്ലൂഡിംഗ് ഫീവർ, കൺഫ്യൂഷൻ, നെക്ക് സ്റ്റിഫ്നെസ് ആൻഡ് സെൻസിറ്റിവിറ്റി ടു ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൽ ബാക്ടീരിയയുടെ പ്രസൻസ്, ആൻഡ് സെപ്സിസ്
and also it can cause fever, chill, rash, light-headedness and altered mental states. ഇതൊക്കെ നമുക്ക് സിംറ്റംസ് ആയിട്ട് പറയാൻ പറ്റും. ന്യൂമോണിയ ഫ്രം ക്ലബ്സിയല്ല ന്യൂമോണിയ വരുമ്പോൾ എന്തൊക്കെയായിരിക്കും സിംറ്റംസ്? fever and chill, flu-like symptoms, cough which may produce mucus that is yellow or bloody. ബ്ലഡി ആയിട്ടുള്ള കഫത്തിനകത്ത് ബ്ലഡിയോ അല്ലെങ്കിൽ മഞ്ഞ പച്ചയോ ഒക്കെ കളറായിട്ടുള്ള മ്യൂക്കസ് പ്യൂട്ടൊക്കെ വരാന്നുള്ളത് ആയിരിക്കും സിംറ്റംസ്. ഈ പിക്ചറിനകത്ത് പറഞ്ഞിരിക്കുന്നത് മെയിൻ സിംറ്റംസ് ഓഫ് ഇൻഫെക്ഷ്യസ് ന്യൂമോണിയ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും? സിസ്റ്റമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഹൈ ഫീവർ, ചിൽസ്, സ്കിന്നിലാണെന്നുണ്ടെങ്കിൽ കാംനെസ്, ബ്ലൂനെസ് ഒക്കെ വരിക, ലങ്സിനകത്താണെങ്കിൽ കഫ് വിത്ത് സ്പ്യൂട്ടം ഓഫ് സ്പീൽഗം, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, പ്ലൂറോട്ടിക് ചെസ്റ്റ് പെയിൻ, ഹെമറ്റോസിസ്, പിന്നെ മസ്കുലറിലാണെങ്കിൽ ഫേറ്റിക്, വേദന, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഹെഡ് ഏക്സ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, മൂഡ് സ്വിങ്സ്, ഇതൊക്കെ. ലോ ബ്ലഡ് വാസ്കുലർ ആണെങ്കിൽ ലോ ബ്ലഡ് പ്രഷർ, ഹേർട്ടിനകത്താണെങ്കിൽ ഹൈ ഹേർട്ട് റേറ്റ്, ഗ്യാസ്ട്രിക് ആണെങ്കിൽ നോസിയ അല്ലെങ്കിൽ വോമിറ്റിംഗ്, ജോയിന്റ്സിലാണ്. സോ വിർലന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അഡിഷൻ ആൻഡ് ക്യാപ്സ്യൂൾ ആണ്. അഡിഷനും ക്യാപ്സ്യൂളും ആണ് മെയിൻ ആയിട്ടുള്ള വിർലന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു ദാറ്റ് അയൺ ക്യാപ്സ്യൂൾ. പാത്തോഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഗാനിസം നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തില് when the defense mechanism is in the respiratory system is abnormal, നമ്മുടെ അതൊന്ന് വീക്ക് ആകുമ്പോഴത്തേക്കും ഓർഗാനിസം നമ്മുടെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏജ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ തളർച്ച, ആന്റിബോഡീസിന്റെ കുറവൊക്കെ ആകുമ്പോഴത്തേക്കും ഇൻഫെക്ഷൻ എൻറ്റർ ചെയ്യുമ്പോൾ ഓർഗാനിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ് കുറയുക ബോഡിയുടെ. സോ ദ ഓർഗാനിസം വിൽ ബി മൾട്ടിപ്ലൈ റാപ്പിഡ്ലി ആൻഡ് passes through the tube into the alveoli, and then it will trigger the inflammatory reaction. ഇവിടെ വെച്ചിട്ട് inflammatory reaction ഉണ്ടാകുക. Then it will generate a lot of infectious fluid that is composed of microbes and dead antibodies fluids from the edges in the blood vessels. Then the fluid will be block the movement of gases, making it difficult to breathe. ശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുക ആ ഫ്ലൂയിഡ് ഒക്കെ അവിടെ തങ്ങിക്കിടക്കുമ്പോൾ. ദിസ് ഇസ് മോസ്റ്റ്ലി കോസ്ഡ് ബൈ ക്ലബ്സിയല്ല ദാറ്റ് ഇൻവേഡ് ദ ആൽവിയോളൈ ആൻഡ് കോസിംഗ് ദ ക്ലബ്സിയല്ല ന്യൂമോണിയ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ some of the bacteria are highly resistant to antibiotics, and Klebsiella pneumonia produce an enzyme known as carbapinamase, referred to as KPC. Then the class of antibiotics called carbapinames will not work to kill the bacteria and treat the infection. So ഈ ഒരു എൻസൈം കാരണം നമുക്ക് ആന്റിബയോട്ടിക്സിനെ ഇതിനെ എഫക്റ്റീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. So they are an important example of Enterobacteria family, a normal part of the human gut bacteria that can become carbapiname resistant. Klebsiella infections that are not drug resistant can be treated with antibiotics. Infection caused by KPC producing bacteria can be difficult to treat. അതായത് ക്ലബ്സിയല്ല ന്യൂമോണിയ പോലത്തുള്ള ഓർഗാനിസം ബിക്കോസ് ഓഫ് ദാറ്റ് എൻസൈം ഈസ് ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ബിക്കോസ് ഫ്യൂവർ ആന്റിബയോട്ടിക്സ് ആർ എഫക്റ്റീവ് അഗൈൻസ്റ്റ് ദം. അങ്ങനെയുള്ളതിൽ നമ്മൾ ലബോറട്ടറി ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ടെസ്റ്റിൽ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് അമിനോഗ്ലൈക്കോസൈഡ്സ്, പോളിമിക്സിൻസ്, ടൈഗ്ലൈസൈൻ, ഫോസ്ഫോമൈസിൻ ആൻഡ് ചെയ്യുന്നത്. പിന്നെ അപ്പിയറൻസ് ഇൻ കൾച്ചർ മീഡിയ ലാബ് ഡയഗ്നോസിസിൽ നമ്മൾ അപ്പിയറൻസ് ുമ്പോഴത്തേക്കും ബ്ലഡ് അഗാറിനകത്ത് സ്ലൈമി അപ്പിയറൻസ് ഓഫ് ദ കോളനീസ് ആണ് നമ്മൾ. മെക്കോൺകി അഗാറിനകത്ത് റെഡ് ഓർ പിങ്ക് കളർ കോളനീസ് ബിക്കോസ് ഓഫ് ദ ലാക്ടോസ് ഫെർമെന്റിംഗ് ക്യാരക്ടർ. EMBനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ലാർജ് മ്യൂക്കോയിഡ് pink to purple colonies with no metallic green sheen on EMB agar. E. coli ആണെന്നുണ്ടെങ്കിൽ green metallic sheen നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. So but in the case of Klebsiella we cannot see a green metallic sheen in on CLED agarനകത്ത് എന്താ കാണുന്നത്? It supports the growth of urinary pathogens and provide distinct colony morphology.
large mucoid colonies, bromothiol blue indicator in the agar changes to yellow due to the acidification of the medium due to the lactose fermenting by bacterial growth, and lactose fermenters appears yellow in color. Non-lacto fermenters remain translucent blue. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രിംഗ് ടെസ്റ്റ് ആണ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദിസ് പർട്ടിക്കുലർ ഓർഗാനിസം. എ കോളനി ദാറ്റ് stretch more than 5 mm using a standard inoculation loop test is positive for the hypermucoviscosity. അതിവിടെ കാണിച്ചിരിക്കുന്ന പിക്ചറിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് നമ്മൾ ഗ്രാം സ്റ്റെയിൻ കൂടാണ്ട് ഇന്ത്യൻ ഇൻകാപ്സ്യൂൾ സ്റ്റെയിൻ നമ്മൾ ചെയ്യാറുണ്ട്. വൈറ്റ് ക്യാപ്സ്യൂൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും സറൗണ്ടിങ് വിത്ത് ദ പർപ്പിൾ സെൽസ്. പിന്നെ ബയോകെമിക്കൽസിൽ വരുമ്പോഴത്തേക്കും ഓക്സിഡൈസ് നെഗറ്റീവ് ആണ്, ഇൻഡോൾ നെഗറ്റീവ്, H2S പ്രൊഡക്ഷൻ നെഗറ്റീവ് ആണ്, സിട്രേറ്റ് പോസിറ്റീവ്. അതായത് എനർജി സോഴ്സ് ആയിട്ട് സിട്രേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദിസ് പർട്ടിക്കുലർ ഓർഗാനിസം. ഡിസീസ് മെയിൻലി കോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലബ്സിയല്ല ന്യൂമോണിയ. കോസിറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് ക്ലബ്സിയല്ല ന്യൂമോണിയ ഓർഗാനിസം ആണ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും 1 to 3 days. ആൻഡ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ ചില്ല്, ഫീവർ, ചെസ്റ്റ് പെയിൻ, ഗ്രോസ് ബ്ലഡി സ്പ്യൂട്ടം. പാത്തോജനസിസ് എന്ന് പറയുന്നത് ആസ്പിറേഷൻ ഓഫ് കോളനൈസ്ഡ് ഡ്രോപ്ലെറ്റ്സ് ഫ്രം ദ ത്രോട്ട്, ഡിസ്ട്രക്ഷൻ ഓഫ് ലങ് ടിഷ്യൂ. ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സെഫാലോസ്പോറിൻ ആന്റിബയോട്ടിക്സ് വിത്ത് അമിനോഗ്ലൈക്കോസ് ആണ് പറയുന്നത്. സോ താങ്ക് യു.